അതിൽ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞെന്താറിയോ, ശൈത്താനോ മലക്കോ നമ്മളെ ഒരിക്കലെങ്കിലും സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമെന്ന് വിചാരിച്ചാൽ തന്നെ ശിർക്കായി എന്നാണ് ഇയാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ എത്തി നോക്കണം ഇയാളുടെ പൊട്ടത്തരത്തിന്റെ ഊക്ക് കണ്ടോ. നമ്മളെ സംബന്ധിച്ച് ഇത്രയൊക്കെ പറയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇവിടെ ഈ വക വിഷയങ്ങളൊക്കെ പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ജിന്ന്, സിഹിർ, ജ്യോത്സ്യം, ഇസ്ലാമിക വീക്ഷണം. ഈ പുസ്തകം ഇതിപ്പോ ഗൾഫിലെ കോപ്പിയാണ്, ഇവിടെ ഇറക്കിയ കോപ്പി വേറെയാണ്. ആ കോപ്പി നിങ്ങൾ കാണാൻ സാധിക്കും. അതാ ഒരു ഡ്രാക്കുളയുടെ ചിത്രമൊക്കെ വരഞ്ഞിട്ട് ജിന്ന്, സിഹിർ, ജ്യോത്സ്യം, ഇസ്ലാമിക വീക്ഷണം. ഹുക്മു സിഹ്രി വൽ കഹാന എന്ന് പറയുന്ന ഷെയ്ഖ് ഇബ്നു ബാസിന്റെ പുസ്തകം എം.ഐ. സുല്ലമി പാറാൽ അറബിക് കോളേജിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ പരിഭാഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ പേരിൽ ഇറക്കിയതാണ്. ശിഷ്യനാരായോ? ഡോക്ടർ ഫദ്ലുല്ലാ അൻവാരി. അദ്ദേഹത്തിന് ഇത് മനസ്സിലായില്ല. ഫദ്ലെ, ഞാൻ KNM-ന്റെ കീഴ്വറമ്പ് മണ്ഡലം സെക്രട്ടറി അല്ലേ, അപ്പൊ എന്റെ പേരിൽ ഇറക്കിയാ മോശം. അപ്പൊ സംഘടനാ പ്രശ്നം അന്ന് പുറത്തു വന്നിട്ടില്ല, ഇവർ ഉള്ളിൽ കൊണ്ടെടുക്കുന്ന കാലാണ്. പക്ഷെ ഇവർക്കറിയാലോ ഇത് പൊളിക്കാൻ നടക്കുന്നുണ്ട്. അന്ന് ഇറക്കിയതാ. എന്നിട്ട് ഈ ബുക്ക് ഇറക്കിയിട്ട് ആദ്യമായിട്ട് ഇതിന് 1000 രൂപ അഡ്വാൻസ് കൊടുത്തത് എം.ഐ. സുല്ലമിയാണ്. എന്ന് മാത്രല്ല, ഈ സംഘടനാ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന മീറ്റിങ്ങുകളൊക്കെ തുടങ്ങിയപ്പോ അവിടെയൊക്കെ കൊണ്ടുപോയി ഇത് വിതരണം ചെയ്യണമെന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ചു. അപ്പോഴാണ് ഫദ്ലിന് കാര്യം മനസ്സിലായത്, തട്ടിപ്പാണ്. ഫദ്ലുല്ലാ അൻവാരി സംബന്ധമായി പറയുന്ന ഒരു വിശദീകരണം ഉള്ളത് കേട്ടോളി. പ്രമുഖ ഇസ്ലാമിക ചിന്തകനും പണ്ഡിതനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയുമായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് റഹ്മഹുല്ലാഹ് രചിച്ച ഹുക്മു സിഹ്ർ വൽ കഹാന വമാ യതഅല്ലഖു ബിഹിമാ എന്ന ഒരു ലഘുകൃതിയുടെ മലയാള പരിഭാഷയായിക്കൊണ്ട് ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം, ഇസ്ലാമിക വീക്ഷണം എന്ന പേരിൽ ഒരു പരിഭാഷ പുറത്തിറക്കുകയുണ്ടായി. അത് സംബന്ധമായി അങ്ങനെ ഒരു പരിഭാഷ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുവാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഈ പുസ്തകം ലോകത്തിന്റെ പല ഭാഷകളിലും അതിന്റെ വിവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മലയാള ഭാഷയിൽ ഇതിന്റെ പരിഭാഷ പ്രസിദ്ധീകരിക്കുവാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തി എന്റെ അധ്യാപകനും സഹപ്രവർത്തകനുമായിരുന്ന ജനാബ് എം.ഐ. മുഹമ്മദ് അലി സുല്ലമിയാണ്. അദ്ദേഹം ഇതിന്റെ പരിഭാഷ മലയാളത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയും അതിനുവേണ്ട സഹകരണങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ അതിന്റെ അങ്ങനെ ഒരു പരിഭാഷയുടെ സാങ്കത്യം ഇന്ന് മലയാള ഭാഷയിൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന്റെ പരിഭാഷകളുടെ വിവിധ ഘട്ടങ്ങളിൽ ഞാനും അദ്ദേഹവുമായി സഹകരിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. പക്ഷേ അതിന്റെ എഡിറ്റിങ്ങും അതുപോലെ തന്നെ പ്രൂഫ് റീഡിംഗ് പോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെയായിരുന്നു പരിഭാഷകൻ. പക്ഷെ പരിഭാഷ പുറത്തിറങ്ങുന്ന സമയം, അതിന്റെ അന്ത്യ സമയമായപ്പോഴേക്കും കാലിക്കറ്റ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സാണ് എന്ന് പറഞ്ഞാൽ മഞ്ചേരി ഇസ്ലാഹി ക്യാമ്പസിലുള്ള കാലിക്കറ്റ് ഓഫ്സെറ്റ് പ്രസ്സിലാണ് ഇത് അച്ചടിച്ചിട്ടുള്ളത്. 2000 മെയ് മാസത്തിലാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഭിന്നിപ്പ് അതിന്റെ ഏകദേശം അവസ്ഥയിലെത്തിയ സാഹചര്യത്തിലാണ്, അതുപോലെ തന്നെ നീലപുസ്തകം അണിയറയിൽ അണിഞ്ഞൊരുങ്ങുന്നതിന്റെ സാഹചര്യത്തിലൊക്കെ ആയിരുന്നു ഈ മലയാള പരിഭാഷയുടെയും പ്രസിദ്ധീകരണത്തെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷെ എന്റെ ഗുരുനാഥനായ സ്ഥിതിക്കും അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകൻ എന്നുള്ള നിലക്കും കുനിയിൽ അൻവാർ ഇസ്ലാം അറബിക് കോളേജിന്റെ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടാണ് അതിന്റെ പരിഭാഷ മിക്കവാറും നടന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ എന്റെ ഉസ്താദും അതുപോലെ തന്നെ പ്രമുഖ പ്രഭാഷകനുമായ ആദരണീയനായ KC നിയമത്തുള്ള ഫാറൂഖി എം.ഐ. കൊണ്ടുവന്നിട്ടുള്ള ഈ വലയിൽ കുടുങ്ങരുത്, അദ്ദേഹത്തിന് അതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്, നീ അതിൽ സഹകരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നല്ല വ്യക്തിബന്ധം സ്ഥാപിച്ചിരുന്ന എം.ഐ.യുടെ ആ വാക്കുകൾ ഞാൻ ആദരിക്കുകയും അദ്ദേഹത്തോട് പലപ്പോഴായി ഇതിൽ സഹകരിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാന നിമിഷം വരെ എന്റെ പേരിലാണ് ഈ പരിഭാഷ ഇറക്കുന്നത് എന്ന് എനിക്കറിയാമായിരുന്നില്ല. അങ്ങനെ പ്രസ്സിലെത്തി അതിന്റെ മുമ്പ് ഇതിന്റെ കവർ ഡിസൈനിങ് അദ്ദേഹം
ഒരു പ്രമുഖ ഡിസൈനറെ സമീപിക്കുകയും അതിന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള ഒരു മഹാപണ്ഡിതന്റെ പുസ്തകത്തിന് കൊടുക്കേണ്ട പുറംചട്ട ഈ രൂപത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ഇത് ഡിസൈൻ ചെയ്യുവാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സത്യത്തിൽ അതിന്റെ പിന്നിലുള്ള ദുഷ്ടലാക്ക് ഒന്നുകൊണ്ട് മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രി എന്റെ വീട്ടിൽ വിളിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, ആദ്യഘട്ടത്തിൽ പരിഭാഷകനായ അദ്ദേഹത്തിന്റെ പേര് തന്നെയായിരുന്നു പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ കീഴ്പറമ്പ് മണ്ഡലം KNM സെക്രട്ടറി ആയതിനാൽ പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനാലും തൽക്കാലം എന്റെ പേര് ഒഴിവാക്കി നിന്റെ പേർ ചേർക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷെ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാതിരുന്നതുകൊണ്ട് എനിക്കത് വിരോധമില്ല എന്നുള്ള നിലക്ക് ഞാൻ അതിന് മൗനാനുവാദം നൽകുകയുണ്ടായി. പക്ഷേ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ പ്രസ്സിൽ കൊടുക്കുവാനുള്ള അഡ്വാൻസ് അദ്ദേഹം നൽകി. മാത്രമല്ല അതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭിന്നിപ്പിനോടനുബന്ധിച്ച് നടന്ന ആദർശ വിശദീകരണ യോഗങ്ങളിൽ ഞാൻ തന്നെ കൊണ്ടുപോയി ഇത് മാർക്കറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം വാശി പിടിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉള്ളിരിപ്പ് എനിക്ക് മനസ്സിലായത്. മാത്രമല്ല കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതാധികാര സമിതിയിൽ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പിളർപ്പിനോടനുബന്ധിച്ച് നടത്തിയ ആ വിശദീകരണ യോഗങ്ങളിൽ അദ്ദേഹം അവിടെ വെച്ച് പറയുകയുണ്ടായി, നിങ്ങളുടെ ഗ്രൂപ്പുകാരനായ KT ഫസലുള്ള അൻവാരി രചിച്ചിട്ടുള്ള ജിന്നി സിഹ്ർ ജ്യോത്സ്യം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കൊട്ടേഷനുകൾ വരെ ഉദ്ധരിക്കാൻ തുടങ്ങി. ഈ വിവരം ഓഡിയോ കാസറ്റിലൂടെ ഞാൻ അറിയുകയും പലരും എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ കപടമുഖം മനസ്സിലാക്കിയത്. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ നേരിൽ കണ്ട് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും, അല്ല നീ അല്ല അതിന്റെ പരിഭാഷകൻ, അത് നമ്മൾ രണ്ടുപേരുമാണ്